അമ്മേ അമ്മേ ആദി ആദി നീ എന്തേ കാണിക്കുന്നേ? നിനക്കിതൊക്കെ അങ്ങ് വലിച്ചു വാരിട്ട് പോയാ മതിയല്ലോ. അമ്മ എന്റെ പുസ്തകത്ത് ആർക്കെങ്കിലും കൊടുത്തോ? എന്തിന്? നിന്റെ പഠിക്കുന്ന പുസ്തകം ഞാൻ തന്നെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുന്നേ? അമ്മ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ പുസ്തകത്തിന്റെ ഇടയിൽ തന്നെ വെച്ചെന്ന്. അമ്മ അവിടെ വന്നിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. ശരി, ഞാൻ എടുത്തു തന്നെ വിചാരിക്കേ. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? അത് വേറെ സ്റ്റാമ്പ് അല്ലേ? അല്ല പിന്നെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? എടാ, ഞാൻ നിന്റെ അമ്മയല്ലേ. എനിക്ക് അല്ലെങ്കിലേ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എനിക്കിത് മര്യാദ തന്നു, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഇതല്ലേ നീ അന്വേഷിച്ചെടുക്കുന്ന ബുക്ക്? അമ്മേ പ്ലീസ്, ഒരൊറ്റ പ്രാവശ്യം താമേ. പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ താമേ. ഇത് വേറെ സ്റ്റാമ്പല്ല, മയക്കുമരുന്നെന്ന് അറിഞ്ഞിട്ട് അമ്മ നിനക്ക് തരണല്ലേ? പ്ലീസ് അമ്മേ അതാമേ. തരില്ല. തരാനാ പറഞ്ഞത്. തരില്ല പറഞ്ഞില്ലേ? പെട്ടെന്ന് വരുമോ? ആദ്യം ഇവിടെ വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നു. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വരും, എനിക്ക് പേടിയാവും. ഡോക്ടർ, എൻ്റെ അമ്മ എന്താ വരാത്തെ? ഡോക്ടർ, വേറെ അടുത്തേക്കൊക്കെ അമ്മമാര് വരുന്നുണ്ട്. എൻ്റെ അമ്മ എന്താ എന്നെ കാണാൻ വരാത്തെ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അച്ഛാ, ഞാനമ്മ വേണമെന്ന് കരുതി കുട്ടി അടിച്ചതല്ല. ഞാൻ അത് എത്ര തവണ പറഞ്ഞതാ അച്ഛാ. എന്നിട്ടും അമ്മയുടെ ദേഷ്യം മാറിയില്ലേ? പ്ലീസ് അച്ഛാ, അമ്മയോടൊന്ന് വരാൻ പറ. എനിക്ക് ആ കാല് പിടിച്ച് മാപ്പ് പറയണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറയണം. ഡോക്ടർ, ഇനി അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കാവും തോന്നില്ല. ഡോക്ടർ അവനോടൊന്ന് പറയൂ, അവന്റെ അമ്മ മരിച്ചുപോയ. ഇപ്പൊ ഒന്നും പറയണ്ട. അവൻ റിക്കവറായി വരുന്നല്ലേ ഉള്ളൂ. സാവധാനം സമയം പോലെ പറഞ്ഞു മനസ്സിലാക്കി മതി കേട്ടോ. അച്ഛാ, അമ്മ ഇനി വന്നില്ലല്ലേ? ആദി, നീ ഇതൊന്ന് വായിക്കടാ. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടല്ലേ നീ ഗിറ്റാർ വായിക്കുന്നേ? വായിക്കണം. എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ, പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേച്ചി, പറ്റുന്നില്ല. ചിറകിനാൽ പകരുമോ ഉരുകുമെന്നുയിരിൽ നിൻ ജലകണം